എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. കലുഷിതമായ ബിഗ് ബോസ് വീട്. ഈ ആഴ്ച നമ്മൾ കണ്ടത് അതാണ്. ബിഗ് ബോസ് വീടിനുള്ളിലെ 3 കിഴങ്ങന്മാരായിട്ടുള്ള ക്യാപ്റ്റന്മാരെ ബിഗ് ബോസ് തന്നെ തെരഞ്ഞെടുക്കുന്നു. 3 പേരെയും ക്യാപ്റ്റന്മാരായി തെരഞ്ഞെടുത്തതിന് ശേഷം ആ വീട്ടിൽ നടന്നത് ഇതുവരെ സംഭവിക്കാത്ത കുറേ കാര്യങ്ങളാണ്. 3 പേര് അധികാരത്തിലെത്തിയ സമയത്ത്, അത് 3 പേര് കൂടിച്ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ശക്തി, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന അഹങ്കാരം, അതായിരുന്നു പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെ കിച്ചണിൽ 3 പേരും ഡ്യൂട്ടിക്ക് കയറിയതിന് ശേഷം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുകൾ നടന്നത് കിച്ചണിൽ വെച്ചാണ്. ഇപ്പൊ ഈ സീസണിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കിച്ചണിൽ നിന്നാണ്. ഫുഡുമായി ബന്ധപ്പെട്ടാണ് ഈ സീസണിലത്തെ ഏറ്റവും കൂടുതൽ വഴക്കുകൾ. അപ്പോ ഈ ആഴ്ച അത് കൂടുതലായിരുന്നു, അത് അതിര് കടന്നു എന്ന് വേണം പറയാനായിട്ട്. അവിടെ ഭക്ഷണം പോലും നേരെ ചൊവ്വെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നേരത്തിനെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉണ്ടാവുന്ന അസുഖങ്ങളും പ്രശ്നങ്ങളും കാരണങ്ങളും അതുമൂലം ഉണ്ടാവുന്ന കാര്യങ്ങൾ, അങ്ങനെ അത് വലുതായി അത് വലിയൊരു ലെവലിലെത്തി. കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ക്രൂരതയാണ് ആ വീട്ടിൽ നടന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപാട് പേര് സംസാരിക്കുന്ന പോലെ ഇപ്പോൾ നെവിൻ അവിടെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും വളരെയധികം മോശമായിട്ടുള്ള സംസാര രീതികളും അവരുടെ ആക്ഷൻസും പ്രവർത്തികളുമായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഷാനവാസ് അത്രയും വയ്യാതെ അവിടെ ഇരിക്കുന്ന സമയത്ത് അതിനെ കൈകൊട്ടി കളിയാക്കി ചിരിക്കുന്ന ആ 3 പേരെ നമ്മൾ പിന്നെ എന്ത് പേരിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? അവിടെ നെവിൻ ഡ്രാമയാണ്, പൊറോട്ട് നാടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ആ സമയത്ത് ആര്യൻ അയ്യേ നാടകം കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്ന് ചിരിക്കുകയാണ്. ചിരിക്കുന്നതിനൊരു പരിധിയില്ലേ? അവന് വിശപ്പിന്റെ വില എന്താണെന്നോ ഭക്ഷണത്തിന്റെ വില എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല. മറ്റുള്ളവരുടെ വിഷമം, വേദന എന്താണ് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ലൈവിൽ ഇരുന്നിട്ട് അവിടെ ആദില നൂറാനിമോളിൽ നിന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിൽ തയ്യാറായിട്ട് ജോലിക്കാർ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ അറിയേണ്ട ആവശ്യകതയില്ലെന്ന്. അത് തന്നെയാണ് ആര്യന്റെ കാര്യത്തിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് ഒട്ടും ബോധേടല്ല. അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വേദന വന്നാലോ, മറ്റുള്ളവർ വിഷമിക്കുന്നത് എന്തിനാണെന്നോ, എന്താണ് അവരുടെ സങ്കടമെന്നോ, എന്താണ് അവരുടെ ഫീലിങ്സ് എന്നോ ഒന്നും മനസ്സിലാക്കാനായിട്ട് അവനെ കഴിവില്ല. ഇതുപോലൊക്കെ ഒരു ഫീലിങ്സ് ഇല്ലാത്ത മനുഷ്യനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവനാകെയുള്ള ഫീലിങ്സ് വേറെ തരത്തിലുള്ള ഫീലിങ്സ് ആണ്, പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള ക്രിമികടി. അല്ലാതെ വേറൊരു ഫീലിങ്സും ആര്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നെവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നെവിൻ വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് ആ വീട്ടിൽ പെരുമാറുന്നത്. നെവിന്റെ ഗെയിം ആണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, ഗെയിം ആയിരിക്കാം, പ്രവോക്കിംഗ് ഗെയിം ആയിരിക്കാം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം അവിടെ നിർത്തണം. ഇവിടെ പ്രവോക്കിംഗ് ഗെയിമിന്റെ അങ്ങേ അറ്റത്തെത്തി ഒരാളുടെ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെ, അല്ലെങ്കിൽ അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ നെവിൻ കളിക്കുന്നതിനോട് നമുക്ക് യോജിക്കാനായിട്ട് കഴിയും. അതിനുമുള്ള ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചാലും നമുക്ക് ഇത്ര പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ആ ബെഡിലേക്ക് വെള്ളം ഒഴിച്ചത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നെവിൻ അവിടെ ചെയ്തത്. അതിനുശേഷം ഇന്നലെ ഉണ്ടായ സംഭവം. ഇപ്പൊ പാല്, എന്തിനാണ് ആ ഫുഡ് നശിപ്പിച്ചത്? പാല് തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കി, എന്നിട്ട് ആ പാലിന്റെ പാക്കറ്റ് ഫുള്ള് ചീറ്റി അവിടെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുഖത്ത് മുഴുവൻ പാലാണ്. എന്നിട്ട് നെവിൻ പറയാണ് അവിടെ ഇരുന്നിട്ട്, എന്റെ ദേഹത്തേക്ക് പാല് തെറിപ്പിച്ചു തരാൻ അയാൾ എന്തിനാണ് ബോധം കെട്ട് വീഴേണ്ട ആവശ്യകത എന്ന്. അവിടെ അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് ആദ്യം. പെട്ടെന്ന് ഷാനവാസ് ഒരു ഷോക്കിംഗ് പോലെ അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഷാനവാസിന് പെട്ടെന്ന് എന്തോ ഒരു ഇതുണ്ടായത്. ആ ഷോക്കിങ്ങിൽ ആ മൂത്തേക്ക് ഇത് തെറിച്ച സമയത്തും അവിടെ ഉണ്ടായിരുന്നതിലും പെട്ടെന്നുണ്ടായ എന്തോ ആണ് ഷാനവാസിന്, അല്ലാതെ ഒരിക്കലും അത് അറ്റാക്കോ കാര്യങ്ങളൊന്നല്ല ചിലർ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ. അപ്പോൾ അവിടെ സംഭവിച്ചത് ഇത്രയൊക്കെ തൻ്റെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് ഉണ്ടായിട്ടും, അതായത് ഒരാൾക്ക് നെഞ്ചുവേദന വന്ന് അവിടെ പെടഞ്ഞ് വേദനിച്ചിരിക്കുന്ന സമയത്ത് കളിയാക്കി, അതൊക്കെ കഴിഞ്ഞ് അയാൾ ഹോസ്പിറ്റലിലാണ് എന്ന് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞ സമയത്ത് നെവിൻ പറഞ്ഞ വാചകമാണ് എനിക്ക് ഏറ്റവും ഇതായി തോന്നിയത്. 24 മണിക്കൂർ കഴിഞ്ഞ് അയാളെ കൊണ്ടുവന്നില്ലെങ്കിൽ ബിഗ് ബോസെ അങ്ങ് പുറത്താക്കിക്കോ, ഞാനും പുറത്തു പോകാനായിട്ട് തയ്യാറാണെന്ന്. അപ്പൊ ഇവന്റെ മനസ്സ് ദുഷിച്ച മനസ്സല്ലേ? ഈ ദുഷിച്ച മനസ്സുള്ളവരെ ബിഗ് ബോസ് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഇതും പോരാഞ്ഞിട്ട് അവൻ പറയാണ് അയാളുടെ പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. അയാളുടെ പേര് പോലും അയാൾ ഷോനവാസ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. താൻ കാരണം പോട്ടെ, നീ അവിടെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ നീ കാരണമാണ് അത് അവിടെ ഉണ്ടായത്. അപ്പൊ നീ കാരണം ഒരാൾ വയ്യായിക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന് പറയുമ്പോൾ
പറഞ്ഞ വർത്തമാനമാണ് നെവിൻ. അവന്റെ പേര് പോലും എനിക്ക് ഉച്ചരിക്കേണ്ട ഷോനവാസ് അവനെ അങ്ങ് ഇതാക്കിയേക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഇവനെ എന്ത് വർഗത്തിലാണ് പെടുത്തേണ്ടത്? മനുഷ്യവർഗത്തിൽ പെടുത്തണോ? നിങ്ങൾ തന്നെ പറ. ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഏത് വർഗത്തിലാണ് പെടുത്തേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇവന്റെ മനസ്സ് എത്ര ദുഷിച്ചതാണെന്നുള്ളത്. ഈ ദുഷിച്ച മനസ്സിനെ ഒപ്പം നിന്ന് സംസാരിക്കുന്ന അക്ബറിനെ എന്ത് പറയണം? അക്ബറിനെ പലപ്പോഴും തോന്നുന്നുണ്ട് കയ്യിന്ന് പോയി എന്ന്. അപ്പൊ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇതിൽ അക്ബർ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എതിർത്ത് സംസാരിക്കാനോ നെവിന്റെ അടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നേരിന്റെ കൂടെ, സത്യത്തിന്റെ കൂടെ, ന്യായത്തിന്റെ കൂടെ നിൽക്കാനോ അക്ബറിനെ നമുക്ക് കിട്ടിയില്ല. അക്ബർ അവിടെ നിന്ന് ഇവരുടെ ഒപ്പം തന്നെ വെറും നാടകം കളിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന അക്ബറിനെയാണ് കാണാൻ സാധിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ആര്യനും അക്ബറും ഭയങ്കര സഹായ മനസ്കനായിട്ട് കയറി വന്ന് ഷാനവാസിനെ പിടിക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ അവിടെ പെൺപിള്ളേര് ഓടിപ്പിച്ചു വിട്ടു, തൊടണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പിച്ചു വിട്ടു. അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവരങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത്രയും നാടകമാണ്, പൊറോട്ട നാടകമാണെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് ലാസ്റ്റ് കൺഫ്യൂഷൻ റൂമിലേക്ക് കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഇവരുടെ സഹായം ആവശ്യമുണ്ടോ? അവിടെ ബാക്കിയുള്ളവരില്ലേ പിടിച്ചു കൊണ്ടുപോകാനായിട്ട്? അനീഷ് എല്ലാത്തിനും അതുപോലെ കൂടെ നിന്നിട്ടുണ്ട്. അനീഷ നോക്കിക്കോളും, പെൺപിള്ളേരെ നോക്കിക്കോളും. അല്ലാതെ ഇവരുടെ ആവശ്യകത അവിടെ വരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇവരുടെ ആവശ്യകത വരാണെന്നുണ്ടെങ്കിലല്ല അപ്പം നോക്കാന്നുള്ള രീതിയിൽ അവരവിടെ എതിർത്ത് സംസാരിച്ച സമയത്ത് ആരും പിടിച്ച് അനുമോളെ തല്ലി അടിച്ചു. അവൻ അടിക്കുന്ന ശബ്ദം നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം, അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അവിടെ ബിഗ് ബോസ് അവിടെ ആകെ അലങ്കോലായതുകൊണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ബിഗ് ബോസിന് ഇതെല്ലാം ഷോർട്ടായിട്ട് അടുത്തേക്ക് എടുത്ത് കാണിച്ചു കഴിഞ്ഞാലേ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട് ബിഗ് ബോസ് അവിടെ കാണിക്കുന്നില്ല. ഇപ്പൊ ഷാനവാസിന്റെ നെവിന്റെ വിഷയമാണെങ്കിൽ പോലും നമുക്കത് ക്ലോസ് ആംഗിളിൽ എടുത്ത് കാണിക്കുന്നില്ല. അകലെ നിന്നുള്ള ഒരു ഇതിൽ നിന്ന് വ്യൂസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ആര്യൻ അനുമോൾ അടിച്ചത്, അവിടെ നൂറ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് എന്തിനാണ് നീ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അടിച്ച ശബ്ദവും കേൾക്കാം. ഇതിനെതിരെ ഒന്നും ഒരു നടപടിയുമില്ല. ഇന്നിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നെവിനാണ് പുറത്തു പോകാനുള്ള ചാൻസ്. ഈ പല കാരണങ്ങൾ കൊണ്ട് ഇനിയിപ്പോൾ വോട്ടിന്റെ വിഷയം മാത്രമാവില്ല. ഇവിടെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇതൊന്നും നിൽക്കുന്നത് കൊണ്ട് നെവിനെ പിടിച്ച് പുറത്താക്കാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. ഇനിയിപ്പോ എന്തായാലും അക്ബർ, ആര്യൻ, നെവിൻ ഇവരിൽ ഒരാളായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിലവിലെ സാഹചര്യത്തിലില്ല. കാരണം ഈ ഒരു ആഴ്ച കൊണ്ട് അവരുണ്ടാക്കിയ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈബ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അവിടെ നിൽക്കുന്ന എല്ലാവരും, ബാക്കിയുള്ളവരെല്ലാവരും പുണ്യാളന്മാരാണെന്നോ ഭയങ്കര നല്ല വ്യക്തികളാണെന്നോ ഭയങ്കര നല്ല ഗെയിമേഴ്സ് ആണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ മനുഷ്യത്വം, ആ ഒരു സംഭവമുണ്ട്. ഇവരിൽ 3 പേരിൽ നമുക്കത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവർക്ക് ഒരു വെറുപ്പും വിദ്വേഷവും മറ്റുള്ളവരോടുള്ള പ്രതികാരവും മാത്രമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. കിച്ചണിൽ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ പോലും വേണമെങ്കിൽ തിന്നിട്ട് പോകും, ഞാൻ ഉണ്ടാക്കിയത് നക്കി തിന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ഓരോരുത്തരും ചോദിച്ചിരുന്നത് മറ്റുള്ളവരുടെ അടുത്ത്. അപ്പൊ ഇങ്ങനെയുള്ളവർ അവരെ വെച്ച് പുറപ്പിക്കുന്നതിൽ കാര്യമില്ല. ഇനി 2 ആഴ്ച 3 ആഴ്ച മാത്രം ഗെയിം ബാക്കി നിൽക്കെ ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ നിർത്താതെ പുറത്തേക്ക് തള്ളുന്ന തന്നെയാണ് നല്ലത്. കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 പേർക്കും ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ഒരാഴ്ച എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരാൾ പുറത്തു പോകാനേ ചാൻസ് ഉള്ളൂ. ഇനി 2 പേരെ പുറത്താക്കുമെന്ന് അറിയില്ല. എന്തായാലും ഈ 3 പേരിലായിരിക്കും ഈ ആഴ്ചയിലത്തെ ഈ വീക്ക് പുറത്തു പോകുന്നത് എന്നാണ് കരുതുന്നത്. ഇനി ബിഗ് ബോസ് ഈ 3 പേരെയും രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുക. വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ ഈ 3 പേരെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിനെയും അനുവിനെയും ഒക്കെ എടുത്തിട്ട് അലക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസെ വളരെ ചീപ്പ് ഷോ എന്നതിന് പേരിടേണ്ടി വരും.